റിക്രൂട്ട്മെന്റ്സ് ആരും പറഞ്ഞു വിടുന്നില്ലല്ലോ അല്ലേ? രണ്ടുപേരെ പറഞ്ഞു വിടുന്നുണ്ട്, രണ്ടുപേരെ അകത്തോട്ടും വിടുന്നുണ്ട്. ഓ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അപ്പർ സൈഡിൽ പോണ ഞാൻ ഇപ്പർ സൈഡിരിക്കണം. രണ്ടുപേരെ പുറത്തോട്ടും രണ്ടുപേരെ അകത്തോട്ടും. ഇല്ല കുഴപ്പമില്ല, 6000 കോഴിയും കൂടെ, അതായത് ഞാൻ സേഫാണ്. സമയമുണ്ടല്ലോ 6000 കോഴി വിൽക്കാൻ. അതെ, ഈ കണ്ണമ്മനെ പറഞ്ഞു ഒന്ന് മാറി തരുമോ? ഒന്ന്. അപ്പൊ ഈ നമ്മുടെ കൂട്ടത്തില് ഈ നിക്കുന്ന കൂട്ടത്തില് രണ്ടുപേര് പുറത്തോട്ടും രണ്ടുപേര് അകത്തോട്ടുമാണ്. ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മുടെ ഇതുവരെയുള്ള റിക്രൂട്ട്മെന്റുകളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, നമ്മള് സാധാരണ റിക്രൂട്ട്മെന്റ് എടുക്കുന്നതിന് മുമ്പ് അവരോട് സംസാരിക്കും, അവരോട് കാര്യങ്ങളൊക്കെ പറയും, രായനെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. അവിടുന്ന് ഒരു വണ്ടി കാണൂല. അതെ, രായവിടെ കാണത്തില്ല. രായൻ വണ്ടിയിൽ പിക്ക് ചെയ്യാൻ പോവും. അങ്ങനത്തെ ഒരു റിക്രൂട്ട്മെന്റ്സ് ആയിരുന്നു ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. സോ നമുക്ക് കുറേ റീസെൻ്റ്ലി എടുത്ത കുറേ റിക്രൂട്ട്മെൻറ്റ്സിൽ, റീസെൻ്റ്ലി എടുത്തതെന്നല്ല, നമ്മൾ ഇടയ്ക്കൊക്കെ എടുത്ത റിക്രൂട്ട്മെൻറ്റിൽ കുറേയൊക്കെ കാര്യം നമുക്ക് നെഗറ്റീവായിട്ട് എതിരെ കിട്ടി. നമ്മൾ ഈ ഗൺ പവർ മാത്രം കൺസിഡർ ചെയ്ത് അങ്ങനെ നോക്കി ഓരോരുത്തരെ കൊണ്ടുവരാൻ നോക്കിയിട്ട് ഗ്യാങ്ങിനോടുള്ള കമ്മിറ്റ്മെൻറ്റും ഗ്യാങ്ങിനോട് നമ്മളോടുള്ള കമ്മിറ്റ്മെൻറ്റൊന്നും അവരുടെ സൈഡിൽ നിന്ന് കിട്ടാതായി. സോ അതുകൊണ്ട് ഞങ്ങൾ ഈ വട്ടത്തെ റിക്രൂട്ട്മെൻറ്റ് ഞങ്ങൾ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാരെ പോലും അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു മൊമെന്റിൽ ഞാൻ അനൗൺസ് ചെയ്യുമ്പോഴായിരിക്കും ശരിക്കും പറഞ്ഞാൽ അവർ പോലും അറിയാൻ പോണത് അവരെ ഞങ്ങൾ ടി വിയിൽ എടുത്തെന്ന്. സോ ഒരുപാട് ഡിസേർവ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരാളെ ഞാൻ ആദ്യത്തെ റിക്രൂട്ട്മെന്റ് ഞാനിവിടെ അനൗൺസ് ചെയ്യുവാണ്. കുറേ നാളായി ടി വിക്ക് വേണ്ടിയിട്ട് ടി വിയിൽ കയറാനുള്ള ആഗ്രഹവും എല്ലാം ആയിട്ട് നിന്ന ഒരാളാണ്. ഞങ്ങൾക്ക് ഗൺ പവറും വേറെ ഒന്നും വേണ്ട, ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് ഞങ്ങൾക്കൊരു ഉറപ്പ് തോന്നിയ ഒരാളാണ്. ആൻഡ് ഇതുവരെ നമ്മൾ ഇത്രയും നാൾ കൺസിഡർ ചെയ്യാതിരുന്നിട്ട് പോലും ഓപ്പോസിറ്റ് പോയി ഞങ്ങൾക്ക് എതിരെ ഒരു വാക്ക് പോലും സംസാരിക്കാത്ത, അതാണ് ഞങ്ങൾ അവന് കണ്ട ഏറ്റവും വലിയ പോസിറ്റിവിറ്റി. ആൻഡ് വി ആർ വെൽക്കമിങ് SRK to TVA as TVA SRK. എന്റെ അണ്ണ സത്യം പറയാല്ല, അവ ഇപ്പൊ വീടണ്ട. സത്യം നമ്മള് എപ്പോഴും എടുക്കണ റിക്രൂട്ട്മെന്റ് എന്ന് വെച്ച് നോക്കുമ്പോ ഇത് ഭയങ്കര ഒരു പ്രത്യേക എക്സൈറ്റ്മെന്റ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും. ലൈക്ക് എന്തായിരിക്കും ആ റിയാക്ഷൻ എന്ന്. പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റില്ല. എന്തായാലും ആള് സിറ്റി ഇല്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരണം, സിറ്റിയിലോട്ട് കയറി വരണം. ആൻഡ് നമ്മൾ ഗൺ പവറും കാര്യങ്ങളും ഒന്നും നോക്കുന്നില്ല. ബാക്കിയൊക്കെ നീ ഗ്രൈൻഡ് ചെയ്താ, നീ നിന്റെ ഇത് ചെയ്യുക, നിന്റെ കാര്യങ്ങൾ ചെയ്യുക, ടി വിക്ക് വേണ്ടി എന്ത് കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റുക അത് ചെയ്യുക. അങ്ങനത്തെ രീതിയിൽ മാത്രമാണ് നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത്. സിറ്റിയിൽ ആക്റ്റീവ് ആയിരിക്കണം ആൻഡ് ഗ്യാങ്ങിന് വേണ്ടുന്ന സമയത്ത് ഉണ്ടാവണം. അത് മാത്രമാണ് തൽക്കാലം നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് കുറേ നമ്മൾ ഇത് കുറേ നാളായിട്ട് ടി വി ഓഡിയൻസിൽ പലരും എനിക്ക് റിക്വസ്റ്റ് ചെയ്തൊരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഈ റിക്രൂട്ട്മെൻറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു കൺസിഡറേഷൻ നമ്മൾ എടുത്തത്. അപ്പോൾ ഇല്ല, അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ അനൗൺസ്മെന്റ് ഉണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ് കളി ജയിച്ചിരിക്കുന്നു. നമ്മ തല ധോണിക്ക് പെരിയ വിസിൽ അടിയുങ്കോ. എന്താടാ മൈൽസ്, ഞാനിപ്പോ മൈൽസിന്റെ അടുത്ത് ഒരു കാര്യം പറയാണ്ട് ഈ അനൗൺസ്മെന്റ് ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോ വെൽക്കം ടു ടി വി SRK. അപ്പൊ ഇനി ഒരുമിച്ച് കാണാം. നീ സിറ്റിയിലുണ്ടെങ്കിൽ കയറി വരണം. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് സെക്കൻഡ് റിക്രൂട്ട്മെന്റ് ഗൈസ്, രണ്ടാമത്തെ അയ്യോ ഒരു മിനിറ്റ്. കേക്കോ ഹലോ. അപ്പോൾ രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഇടയ്ക്ക് വെച്ച് നമ്മളൊരു റിക്രൂട്ട്മെന്റ് എടുത്ത സമയത്ത് ഒരു കൺഫ്യൂഷൻ്റെ പേരിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ പോയ
ഒരാളാണ്. സോ ഇതും ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഗൺ പവർ ഇല്ലാത്ത ഒരാളെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഗൺ പവർ ഉണ്ട്, എല്ലാം ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, എല്ലാത്തിലും അത്യാവശ്യം നന്നായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്ലെയർ തന്നെയാണ്. ആൻഡ് വി ആർ വെൽക്കമിങ്, പേര് മറന്നു വേണം ഞാൻ, വി ആർ വെൽക്കമിങ് ബെല്ലാരി മന്ദാരം ടു TVA as TVA മന്ദാരം. അപ്പൊ സാൻഡ്ര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സാൻഡ്ര അടുത്ത് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ സാൻഡ്ര ഇവിടെ മന്ദാരം എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഇപ്പൊ കളിക്കണത്. അപ്പം സാൻഡ്രയും കൂടെ നമ്മൾ TVയിലേക്ക് എടുക്കുകയാണ് ബെല്ലാരിന്ന്. അപ്പോൾ ഇവരെ രണ്ടുപേരുമാണ് കറൻ്റ്ലി ഇപ്പോൾ TVയിലായിട്ടുള്ള പുതിയ അഡീഷൻസ്. നമ്മൾ ബാക്കിയെല്ലാം പയ്യെ ആലോചിച്ച് ഉള്ള സ്ലോട്ട്സ് ഫില്ല് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവരെ രണ്ടുപേരെയാണ് കറൻ്റ്ലി ഇപ്പോൾ ഇതിൽ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളോടുള്ള കമ്മിറ്റ്മെൻറ്റ്, നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള രണ്ടുപേരെ കൺസെപ്റ്റ്. അതുപോലെ തന്നെ സാൻഡ്രയ്ക്ക് ഞാനൊരു വാക്ക് കൊടുത്തതാണ്, അടുത്തൊരു റിക്രൂട്ട്മെൻറ്റ് വരുമ്പോൾ എടാ എന്തായാലും ഞാൻ നിന്നെ കൺസിഡർ ചെയ്യുമെന്ന് ഞാൻ അവന് പേഴ്സണലി ഒരു വാക്ക് കൊടുത്തിരുന്നതാണ് ഞങ്ങൾ. പക്ഷെ അവനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവനെയും കൂടെ നമ്മൾ എന്തായാലും, അപ്പോൾ എടാ വെൽക്കം ടു TVA ആൻഡ്രൂ. അപ്പോൾ ഇനി TVക്ക് വേണ്ടി കളിക്കാം നിങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പോൾ രണ്ടുപേർക്കും വെൽക്കം. SRK, സാൻഡ്ര, രണ്ടുപേർക്കും വെൽക്കം ടു TVA. അപ്പോൾ നിങ്ങൾ സിറ്റി കയറുമ്പോൾ ഉടനെ ഗ്യാങ് ഹൗസിലോട്ട് വാ. അപ്പോൾ വെൽക്കം ടു TVA ഗൈസ്. ബാ മൈൽസെ, ഫൈനൽ വാണിംഗ് നിനക്കും കെവിനുമാണ് അടുത്ത എൻ്റെ ലിസ്റ്റിലെ രണ്ടുപേര്. ഫൈനൽ വാണിംഗ് ആണ്. ഇനി ഇനാക്റ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴേ തുറന്നു പറയുവാണ്, മൈൽസെ, കെവിനെ രണ്ടുപേർക്കും ഫൈനൽ വാണിംഗ് ആണ്. സിറ്റിയിൽ ആക്റ്റീവ് അല്ലെങ്കിൽ കളയും. നേരെ ബെഞ്ചിലേക്ക് ഇടുകയാണ്. പിന്നെ ബോബ്സ്റ്റർ എന്ന് പറയുന്നൊരു പ്ലെയർ ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ പഴയ നമ്മുടെ ഒരു പ്ലെയറിനെ? ചന്ദ്രന്റെ സന്തോഷം കണ്ട നീ ആ കോമഡി പറഞ്ഞിടത്തെ അളിഞ്ഞ സാധനം ഒറ്റ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, അത് ചന്ദ്രനാ, അല്ലാതെ കോമഡി അല്ല. മനസ്സിലായ? ഒരു റിവഞ്ചും കൂടെ ചന്ദ്രനുള്ളത് മള്ളി കൊടുത്ത കണ്ണാപ്പിക്ക് പുള്ളി HRK വരുമ്പോഴേ തമ്മിൽ ഐഡന്റിഫിക്കേഷൻ വ്യത്യാസം വരും കേട്ടോ. കണ്ണാപ്പിന്റെ മുഖം മാറ്റാൻ പറ പുള്ളി. കണ്ണാപ്പി SRKയുടെ മുഖം കണ്ട അച്ഛാന്നൊന്നും വിളിക്കല്ലേ? കോഴിക്കാട്ടല്ലോ പട്ടിക്കാട്ടം പോലെ മുഖം നിന്റെ. മൊള്ളി ഇനി ഞാൻ കൊന്നാലി ഈ വർഷം മൊള്ളി ഒരു അച്ഛനും പറയൂല. മൊല്ലാലി ദൈവം, മൊല്ലാലി ദൈവം. ഗ്യാങ് റോളുള്ള ആരെങ്കിലും വെൽക്കം ഇട്ടടാ. എനിക്ക് ഗ്യാങ് റോൾ ഇല്ല. ഇറങ്ങി വീണോ? അവൻ വെളിയിരുന്ന് കരയുന്നു ബാബു. എവിടെ? അവ അന്തേലുണ്ടല്ലോ, അതുകൊണ്ട് VC-യിലുണ്ടല്ലോ. ഞാൻ നോക്കിയപ്പോ ഇരുന്ന് കരയുന്നു. ഞാൻ അവൻ എവിടെ ഇരുന്ന് കരയണമെന്ന്. ഹലോ ഹലോ SRK കുട്ടാ, വെൽക്കം ടു TVA. ആ പേര് നോക്കിയ SRK VC-യിലെ പേര് എനിക്ക് എന്താ പറയുന്ന അറിയത്തില്ല എനിക്ക്. അയ്യോ എടാ ചില്ലാവ്, നീ ആഗ്രഹിച്ചിരുന്ന മൊമെന്റ് അല്ലേ ഇത്?
അതെ 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 അതെ. പിന്നെ നീ എന്തിനാ വിഷമിക്കണേ? ഇനിയിപ്പോ സന്തോഷത്തോടെ പോവാലോ. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട്. നിന്റെ സൈഡിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് എന്താ വെച്ചാൽ നമുക്ക് വേണം. അതിപ്പോ ഗ്രൈൻഡിങ് ആയിക്കോട്ടെ, ലൈക്ക് വാർ ആയിക്കോട്ടെ, RP ആയിക്കോട്ടെ. അത് നമ്മളിപ്പോ നീ ഇത് ഒരുപാട് ഏൺ ചെയ്ത് മേടിച്ച സ്ലോട്ടാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നീ ഏൺഡ് സ്ലോട്ടാണ്. അപ്പൊ അത് ഞങ്ങൾക്ക് ആ റെസ്പെക്റ്റിന്റെ പുറത്ത് തന്നെ നമ്മൾ ചെയ്തൊരു കാര്യമാണ്. അപ്പൊ ആ റെസ്പെക്ട് നീ എന്നും ഞങ്ങളുടെ അടുത്തും തിരിച്ച് കീപ്പ് ചെയ്യണം. ലൈക്ക് ഞാൻ പറയണ റെസ്പെക്ട് എന്ന് പറയണത് മറ്റേ അണ്ണാന്ന് വിളിക്കുന്ന റെസ്പെക്ട് അല്ല ഞാൻ ഉദ്ദേശിക്കണത്. ഗ്യാങ്ങിനോടുള്ള കമ്മിറ്റ്മെന്റ്, അത് ആ ഒരു സാധനം നിന്റെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് വേണം. സർക്കെ വെൽക്കം ടു ഫാം ബ്രോ. താങ്ക് യു താങ്ക് യു. ഇത്ര നാൾ ഗ്യാങ്ങിൽ ഇല്ലായിരുന്നെങ്കിലും നീ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഗ്യാങ്ങിനുള്ളിൽ അതുപോലെ നിന്നാ മതി. കൺഗ്രാചുലേഷൻസ് കുട്ടൻ. അന്ന് താങ്ക് യു. അറിയുവാന്നോ? പിന്നെ ആരാടാ? സാൻഡ്രയാ? സാൻഡ്ര എങ്ങോട്ടാ ഇതാക്കിയത്? സാൻഡ്ര എവിടെ? വലിക്ക വലിക്ക വലിക്ക. സാൻഡ്ര എവിടെ? നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ആര്? സാർക്ക് നീ പ്രതീക്ഷിച്ചോ സാർക്ക്? ഹലോ മദാരോടാ? ഹലോ ഹലോ അളിയാ. എടാ കേക്കോ? അപ്പൊ സാൻഡ്ര, എടാ മോനെ, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. അടുത്ത റിക്രൂട്ട്മെന്റ് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഞാൻ നിന്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ അത് കൺഗ്രാചുലേഷൻ സാൻഡ്ര. വേണം. ഹാപ്പി അല്ലേടി? ചെറുക്കിന്റെ പേരൂടെ മാറ്റിക്കോട്. അപ്പൊ വെൽക്കം ടു ടി വി. നീ ബെല്ലാരിയില് നിക്കുന്ന എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുപോലെ തന്നെ ടിവിയിലും ഉണ്ടാവണം എല്ലാ കാര്യത്തിനും. അപ്പൊ വെൽക്കം ടു ടി വിടാ. പിന്നല്ല നിങ്ങൾ സിറ്റിയിലുണ്ടാ? SRK സിറ്റി ഉണ്ടാ? SRK സിറ്റി ഉണ്ടാ? നടന്നു കയറണോ? ഓ ജോഗി പറ. നീ ഇത് കഴിഞ്ഞ് വേല കളിക്കുന്നുണ്ടോ? ഇല്ലില്ല, ഞാൻ പറയാം ജോഗി, ഇന്ന് വേല ഉണ്ടാവില്ല. സാർക്ക് വിഷമിക്കണ്ട, നമുക്ക് കണ്ണാപ്പിയുടെ മുഖം മാറ്റടാ. നിന്റെ പോലെ ഇരിക്കുന്ന ഓ ഞാൻ ഓ ചേർത്തേട്ടാ. നിന്നെ കളഞ്ഞാ ഗാങ്ങിന്ന്? ബാബു ഇല്ല. ഒന്ന് സിറ്റി പറഞ്ഞേ. ആ എല്ലാരും ഹാപ്പി അല്ലേ ഗൈസ്? എല്ലാരും ഹാപ്പി അല്ലേ ഗൈസ്? സത്യം പറയാലോ, ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ അവന്റെ കാര്യത്തിൽ വേറെ ഒന്നും നോക്കിയില്ല. സത്യം പറയാലോ, SRKയുടെ കാര്യത്തില്, SRKയുടെ റിക്രൂട്ട്മെന്റ് എനിക്ക് എന്റെ ഇൻഡിവിജ്വൽ ഡിസിഷനാ. അതായത് SRK TV എടുക്കുക എന്ന് പറയണത് ഞാൻ കണ്ണമ്മനെ അടിക്കല്ലേ മുള്ളി സത്യം? ഞാൻ കണ്ണം മോയിനെ അടിച്ച് തിരിച്ചടിച്ച മുള്ളി സോറി ഇതാണ് നിന്നെ ഇഷ്ടമല്ലാത്ത നീ മുള്ളി സത്യല്ല മുള്ളി കണ്ട മുള്ളി എനിക്ക് അയ്യോ സ്ക്രീൻ ഇല്ലല്ലേ? ആ ഗെയിം ക്യാപ്ചർ ഇടിച്ചതാണ്, അറിയാതെ ഇടിച്ചതാണ്. സോറി. ഒന്ന് വരുമോ? ചന്ദ്രല്ല ബാബു മാത്രം. ചന്ദ്രനല്ല കേട്ടോ. പിന്നെ ചിൽഡ്രൻസ് ഡേ രണ്ടാക്കും ഓരോ സർവത്ത് മേടിച്ചോട്. ആനന്ദേ താങ്ക് യു സോ മച്ച് 100. ബാബു എന്താണ് ബാബു പുതിയ റിക്രൂട്ട്മെന്റിനെ പറ്റിയുള്ള അഭിപ്രായം? മള്ളി പുതിയ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ മള്ളി വെൽ ഡിസേർവ്ഡ് റിക്രൂട്ട്മെന്റ് മള്ളി. വെടി വെക്കാൻ വേണ്ടി മാത്രം എടുക്കുന്നവന്മാർക്ക് സത്യം പറയുന്ന മള്ളി പലവന്മാർക്കും ഒരു കമ്മിറ്റ്മെന്റും പലതവണയും കാണിച്ചിട്ടില്ല ഇതിനു മുന്നേ. പക്ഷേ വെടിവെക്കാൻ വേണ്ടി എടുത്തിട്ട് കമ്മിറ്റ്മെന്റ് കാണിച്ചവന്മാരില്ലെന്ന് പറയരുത്. കാണിച്ചവൻ ഒരിക്കലും പറയില്ല മള്ളി. പക്ഷെ അങ്ങനെയല്ല മള്ളി, നമ്മൾ വെടിവെക്കുന്ന സ്കില്ലും സാവേജ് മള്ളി അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചില്ല. നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞു വിട്ടവന്മാരല്ലേ. ഞാൻ ഭയങ്കര സന്തോഷമാണ്. അതായത് നമ്മൾ ഓരോരുത്തന്മാരെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കാൻ നോക്കിയിട്ടുള്ള കാര്യങ്ങളില്ലേ? അതായത് എടാ ഡെയിലി ലൈവ് ഇടറ, ഡെയിലി അത് ചെയ്യണം, ഡെയിലി ഗ്യാങ്ങിന് വേണ്ടി ഇത് ചെയ്യണം, ആക്റ്റീവ് ആവടാന്ന് പറഞ്ഞ് പുറകെ നടന്ന് തെണ്ടിയെ ആ കാര്യം ഉണ്ടല്ലോ, ഒന്നും പറയാതെ ഏറ്റെടുത്ത് ചെയ്യുന്ന കണ്ടപ്പോൾ ആ തോന്നിയ റെസ്പെക്ട് ഉണ്ടല്ലോ അവന്മാരോട്, അതെനിക്ക് പറഞ്ഞറിയിക്കാതിരിക്കാൻ പറ്റത്തില്ല. സ്നൈപ്പ് ആയിക്കോട്ടെ, ഇറ്റാച്ചി ആയിക്കോട്ടെ, സാവേജ് ആയിക്കോട്ടെ, മാഡി ആയിക്കോട്ടെ, ഇവരൊക്കെ സിറ്റുവേഷൻസിൽ ഒന്നും വിളിച്ച് കയറ്റണ്ട, ഇവന്മാരെ ഒന്നും വിളിച്ച് കയറ്റണ്ട. എല്ലാം അത് വില്ലുമോൻ എല്ലാം ആക്റ്റീവാണ് മള്ളി, ഫുൾ ആക്റ്റീവാണ്. അതെ, അതിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും ഈ ഒരു വെളിയിൽ നിന്ന് കാണുന്ന ഹലോ
ദൈവമാണോ? ആ ദൈവമൊന്നല്ല, ഞാൻ തൂറാനാ? ഓക്കെ. ഇവിടെ ഒരു റെഡ് താടിയും വെച്ച മച്ചാന്റെ ബൈക്കും കൊണ്ട് പോയി. താടി വഴി നമുക്ക് യാതൊരു ബന്ധവുമില്ല. ഒന്ന് വരാം. എന്ത് വർത്താനാണ് ബാബു? നമ്മുടെ മുഖത്ത് നോക്കി അവന് താടിയെ പറ്റി പറയാൻ എന്റെ അധികാരമുണ്ട്. വല്ല പണി തൂറാൻ നടക്കുന്ന മള്ളി അതല്ല മള്ളി പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട് മള്ളി. പണ്ട് നമ്മൾ ഇനാക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഒന്ന് ചന്ദ്രു, ഡരക്കണ്ണൻ, അങ്ങനെ ഒരു 3-4 പേരെ കാണും. പക്ഷേ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഇപ്പോൾ 7-8 പേര് കാണും. തിളങ്ങി റേഡിയോ ഒക്കെ കാണുമ്പോ അതോ ഒരു വ്യത്യാസം മള്ളി. ഞാൻ ഉദ്ദേശിച്ചല്ല മള്ളി, നിക്കുണ്ട്. ആ നിക്ക് പക്ഷെ തല്ലിയുടെ ഒരു കള്ളനാണെങ്കിലും അല്ലാതെ ഞാൻ പറഞ്ഞത്. പക്ഷെ ഒറ്റ ബുദ്ധിയായിട്ടുള്ള കുറെ കോലിയുടെ എടാ ആരെങ്കിലും ഒന്ന് ഇതിടുവോടാ, വെൽക്കം ഇടുവോടാ അവന്മാരുടെ. എനിക്ക് റോളില്ല. ഓ എനിക്ക് കാണുന്നില്ല. എനിക്ക് കാണുന്നില്ല ഒന്നും ഇപ്പൊ. പിന്നെ ബാബു ഞാൻ പറഞ്ഞു വന്നത് പഴയ കുറച്ച് മെമ്പേഴ്സ് ഉണ്ടല്ലോ ഇനാക്റ്റീവ്, അതായത് ബോബോയ്. ഹലോ മള്ളി പഴയതെന്ന് കേൾക്കുമ്പോഴേ ഹലോ കേക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. പഴയതെന്ന് കേൾക്കുമ്പോ ഒരു പേടി. മള്ളി പറഞ്ഞു. പഴയ കുറച്ച് മെമ്പേഴ്സ് ഇല്ലേ, ബോബ്, ബാബായ്, അങ്ങനെ കുറച്ച് ആൾക്കാര്. ഒരു ഉപകാരം ഇല്ല ഇപ്പം സത്യം പറഞ്ഞ. മറ്റേ ഫോണൊക്കെ പ്രൊമോട്ട് ചെയ്ത് നടക്കുന്ന ആൾക്കാര്. ഞാൻ കാര്യം പറയട്ടെ, ഞാൻ ഒരു ഓസി, ഇത് എനിക്ക് പറഞ്ഞു പറ്റും. ഓസിയാണേ. എടാ ഞാൻ അത്രയും രൂപയ്ക്ക് 5090 ഒക്കെ മേടിച്ചിട്ട് ഒരു വീഡിയോ പോലും സ്വന്തമായിട്ട് പോസ്റ്റ് ചെയ്തില്ല. വേറൊരു പുണ്ടച്ചി എന്റെ വീട്ടിൽ വന്നിട്ട് സാംസങ്ങിന്റെ പരസ്യം എന്റെ PC-യുടെ മണ്ടയ്ക്ക് വെച്ച്. ഈ PC കൊണ്ട് പറ്റൂല, പക്ഷെ എന്റെ ഫോണിനെ കൊണ്ട് പറ്റും. അങ്ങനെ വല്ലതാണോ? അതിന്റെ അപ്പുറത്തൊക്കെയാണ് സംസാരിക്കണത്. 5090യുടെ പ്രൊസസറിനേക്കാൾ അല്ല 5090 ഗ്രാഫിക്സ് കാർഡിനേക്കാളും കിടലൻ ഗ്രാഫിക്സ് നിങ്ങൾക്ക് BGMI-ല് ഈ ഫോൺ വെച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് ആഡ്. അതിന്റെ അവസാന ഡയലോഗ് ഉണ്ട്, ചേംബർ കൂളിംഗ്. അത് പിന്നെ എന്തൊന്നും പോലും അറിയില്ല മള്ളിയത്. എന്ത് പറഞ്ഞ അവസാനം ഒരു ചേംബർ കൂളിംഗ് അവന്റെ. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞ നമ്മളെ ചന്ദ്രനെ കൂടെ വിളിക്കാമോ? പാവം മള്ളി അതല്ല ചന്ദ്ര അല്ലല്ല ബാബു. മള്ളി ആ മുഖത്തോടെ നോക്കി എന്തൊരു ഐശ്വര്യമുള്ള പുണ്ടച്ചിയല്ലേ. എടാ ബാബു, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടാ. വേണ്ട. നീ വലിയ പൗൾട്രി ഫാം ഒക്കെ ഇപ്പൊ നോക്കുമല്ലേ? അറിയാലോ. പിടിച്ചോണ്ട് പോയി. എടാ മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായത്? നിന്റെ തന്ത പോലും ഉണ്ടായിട്ടില്ല. നിങ്ങൾ കാണുമ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇങ്ങനെ ഈഗോ. അണ്ണ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ആണ്, പക്ഷെ ഇവന്റെ തന്തയില്ല, എനിക്ക് തന്തയുണ്ട്. അതാണ് വ്യത്യാസം. തന്റെ പേര് പറ കേക്കട്ടെ. എന്നാ കടലിൽ കിടക്കണം 5 മീൻ. സൂരജ് നിന്റെ പള്ളിയിലെ കാര്യമല്ല ചോദിച്ചത്. ബയോളജിക്കൽ ഫാദർ ഉണ്ടോ? എടാ നിന്റെ അച്ഛൻ എന്ത് ജോറു? എടാ നിനക്ക് എടാ ഉണ്ടായിട്ട് കാണാൻ അച്ഛന് ISRO പോയി റോക്കറ്റ് വിട്ട് കഴിഞ്ഞാൽ ചന്ദ്രനും താഴെ ചന്ദ്രൻ പൊട്ടി മുടക്കൂല. മനസ്സിലായോ നിനക്ക്? അതായത് നീ പറയുന്ന സൂരജൻ ISRO റോക്കറ്റ് വിട്ടാൽ എല്ലാ ചന്ദ്രൻ ഉണ്ടാവുന്നേന്. എഴുതിയെടുത്തോ. എഴുതിയോ? എഴുതിയാണ് ചന്ദ്ര. നിന്റെ വായി കിടക്കണ പാക്ക് തെറിക്കണം. നേരെ നിന്ന് കുറച്ചിട്ട് എഴുതിയോ? എഴുതിട്ട് പറ. അവന് എന്റെ തന്തിയുടെ പേരറിയണം, പക്ഷെ അവന് തന്തി ഉണ്ടെന്ന് അവൻ പറയുന്നതാണ്. അതിനെ പറ്റി ചന്തി അവന്റെ ഈ തന്തല്ലത്തന്നെ വയ്യ തരക്കെ ഭയങ്കര പ്രശ്നം അവനെ കൊണ്ട്. ഞാൻ ചോദ്യം ചോദിച്ചാൽ ഇത്ര പ്രശ്നം.
നമ്മൾ തമ്മിൽ അങ്ങനെ പ്രശ്നമില്ല, നമ്മള് ഫ്രണ്ട്സ് ആണ്. പക്ഷെ ഇവൻ തണ്ടയില്ല. സത്യമാടാ സാറൊക്കെ പറയാതിരിക്കാൻ വേണ്ട. രണ്ടുപേരും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഈഗോ. ഇല്ലാത്തോണ്ട് ഇത്ര നാളെ സിറ്റിയിൽ ഓടിയാ കേറി കേട്ടാ. കേറി അരമണിക്കൂറിന്റെ അകത്ത് ഉമ്മരമ്മിൽ ഈഗോ. അരമണിക്കൂർ സിറ്റിയിൽ ഓടിയാ കയറിയുണ്ട്. അതിന്റെ അകത്ത് ഈഗോ എടുത്തിട്ട് പോയി. ഭയങ്കര ആത്മബന്ധമാണ് നമ്മള് തമ്മില്. എന്തിനും പറഞ്ഞൂടാ പറയാൻ. നമ്മുടെ നക്ഷത്രം തമ്മിൽ എന്തോ മിസ്മാച്ച് ആണ് മള്ളി. അതാണ് ചന്ദ്രൻ. നമുക്കൊരു ഏതെങ്കിലും ഒരു മറ്റേ കബഡിയോ അങ്ങനെ കളിക്കുന്ന ഇത് പ്രശ്നം ഇത് തീർക്കാൻ ഒരു പ്രശ്നം വെച്ച് നോക്കണം. പ്രശ്നം വെച്ച് അല്ല ഇത് തീർക്കാനായിട്ട് നിങ്ങൾ കോമൺ ആയിട്ട് ഒരു എതിരാളിയെ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം തീർക്കാം. അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് നോക്ക് സിറ്റിയില്. അത് എങ്ങോട്ടാ പോണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടാ. നേരെ നിലത്തൊന്ന് താഴെ അടിച്ചെന്റെ തലയിലോട്ടൊരു വാണല്ലേ ഇപ്പൊ വിട്ടത്. അതും കൂടെ എന്റെ തലയില് മള്ളിപ്പോ വന്നില്ലല്ലോ അണ്ണ. ബോബ് മള്ളി പക്ഷേ നമ്മള് പക്ഷെ പിന്നെ ഒറ്റക്കെട്ടാണ്. ജരക്കണ്ണ, മൊലാലി, ചന്ദ്രു, നിങ്ങൾ ഒറ്റക്കെട്ടാണ്. എപ്പോഴും ഞാൻ തന്നെ മുമ്പ് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കറിയാം. എടാ ദൈവത്തിനെ എങ്ങനെയാണ് വിളിക്കുന്നത്? ഇവിടെ ടീസ്ലസ് ഹെൽപ്പാണോ? അപ്പത്തേക്ക് റിപ്പോർട്ടുകൾ ചന്ദ്രൻ തന്നെ പറഞ്ഞു റൂമിൽ കൊടുത്താൽ വിട്ടേക്കോ. എനിക്ക് ഗ്യാങ് റോള് തരുമോ? ടൈം ഉണ്ടാക്കി റേഡിയോയിൽ ഇവരെ കൊണ്ട് ഓൾഡ് ഫാൻസി കോമ്പറ്റീഷൻ നടത്തുക. ഇപ്പൊ പണ്ടാണ് ക്ലബ് നടത്തിയത് പോലെയാണ്. ബ്രോ കൺസിഡർ ചെയ്യാൻ ഉറപ്പായിട്ട്. ഹലോ ദൈവം എനിക്ക് റോള് തരുമോ? റോള് കിട്ടിയോ? എടുത്ത് കളഞ്ഞേനാട്ടോ എന്റെ ബാബുന് റോൾ കിട്ടിയാണോ? ഇത്ര ദിവസം ബ്രേക്ക് എടുത്ത എല്ലാം ഭയങ്കര മിസ് ചെയ്യാറ്. ചന്ദ്ര പ്രത്യേകിച്ചിരിക്കും നിന്നെ. നിന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്. കാരണം ബാബു ഒക്കെ അതിനു മുമ്പേ ഇനാക്റ്റീവ് ആണ്. അതുകൊണ്ട് ബാബുവിനെ ഒന്നും മിസ്സിംഗ് ഉള്ള ഫീലിംഗ് വന്നില്ല എനിക്ക്. പക്ഷെ നിന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്. ഞാൻ എന്നാണ് എന്റെ റൂമിന്റെ പുറത്ത് നിന്ന് നിറകണ്ണകളോടെ ഇങ്ങനെ നിൽക്കുവായിരുന്നു. എന്ത് സാറൊക്കെ റീസൺ ഉണ്ടായിരിക്കുമല്ലോ എന്നാലും. അതായത് ഡെയിലി നമ്മൾ എപ്പോഴും വന്ന് ഒരുത്തിനെ ഇങ്ങനെ ഡെയിലി തന്തയ്ക്ക് വിളിക്കാനാണെങ്കിലും നിൽക്കുമ്പോ പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് വിളിക്കാൻ പറ്റാതാകുമ്പോൾ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അപ്പൊ ബാബുവിനാണ് എന്തോ മിസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. ഇപ്പൊ അല്ല ബാബുവിന്റെ അടുത്ത് ഞങ്ങൾ അങ്ങനെ ഒരു ബന്ധമല്ലടാ. എനിക്കറിയത്തില്ല. ബാബുവിന്റെ വലുതായിരിക്കും എനിക്ക് തോന്നി. എന്തൊക്കെയാണെങ്കിലും നിന്നേക്കാൾ ഇഷ്ടം എനിക്ക് ബാബുവിന്റെ അടുത്താ. സത്യമാണോ? അതെനിക്ക് ബാബുവിന്റെ ഭാഗമാണ് മനസ്സിലാവാറുണ്ട്. സൗണ്ടില്ലേട്ടാ ബാബു, സൗണ്ടില്ലേ. വരുമ്പോഴത്തേക്ക് വലിയ പ്രശ്നം ഹലോ ഞാൻ പറഞ്ഞ കേട്ടില്ലേ? അയ്യോ പോയി ടൈമിംഗ് പോയി. ഇനി പറഞ്ഞ ടൈം പോയി. ഇനി പറഞ്ഞ എന്തായാലും പൊഴിക്കും. അത് അപ്പൊ പറയണ കേക്കണായിരുന്നു. പറയാൻ കേട്ടെ. ഇല്ല ഈ ടൈമിംഗ് പോയി. നീ അങ്ങനെ ഒന്നും ഇവനെ പറഞ്ഞോട്ടെ ഞാൻ പറയാൻ പറഞ്ഞത്. നീ മാറിയില്ലേ? നീ കേക്കണ്ട. ആരാണ്? SRK മന്ദാരം. അവര് വരും വല്ല വന്നാന്ന് പറഞ്ഞു. മന്ദാരത്തിനെ കൊണ്ടുപോവാ. നമ്മളെല്ലാരും കേട്ടുന്ന പോലെ കേട്ടാലോ, അവന്മാർക്ക് വിഷമം വരണ്ട. സുഖല്ലേ? ഹാപ്പി അല്ലേ നീ? ഓക്കെ അപ്പൊ എടാ അപ്പൊ സർക്കെ ഇവിടെ വാ. സർക്കെ ചന്ദ്ര വാ രായ
നടത്തിന്ന് പറയാം നമ്മള്. നല്ല ഇന. ഇനി എല്ലാ ദിവസം കിട്ടിക്കോളൂ. അപ്പൊ we are welcoming ബെല്ലാരി സാൻഡ്ര to TVA as TVA മന്ദാരം. ബെല്ലാരി മന്ദാരം to TVA as TVA മന്ദാരം. വെൽക്കം ഗൈസ്. ഇത് അങ്ങോട്ട് വിടുക. വെൽക്കം ചെയ്യ. ഡാൻസ് കളിച്ചിട്ട് വെൽക്കം ചെയ്യാൻ. പാട്ടൊക്കെ ഇട്ട് നിൽക്കണം കേട്ടാ. ബാബു കേക്കോ? അണ്ണാ ഷോട്ട് ഇടോ. ബാബു ഈ സൈഡിലോട്ടോ, ഈ സൈഡിലോട്ടോ. എന്തുറ്റി? എന്താ അവിടെ നിൽക്കുന്നേ? അല്ല ഇവിടെ വന്നിട്ട് ഇവ ഈ ചന്ദ്രൻ എന്തെങ്കിലും ഓക്കെ എന്നെ വെറുതെ അപ്പുറത്ത് പറഞ്ഞു വിടാം. അപ്പൊ മുള്ളി ചിലപ്പോ കൂട്ടിക്കാൻ മൈൻഡ് വന്നാ മുള്ളിക്ക് മൈൻഡ് വരും. ചിലപ്പോ വാസം നിൽക്കുന്ന ഞാൻ ബാബു ഈ വാച്ച് കയ്യിൽ വെച്ചേരെ. ഓക്കെ ഓക്കെ മള്ളി അപ്പുറത്ത് തന്നെ നിന്നു. അവിടെ തന്നെ ഓക്കെ ഓക്കെ മുള്ളി വരുമല്ലേ? പോയി കളഞ്ഞ. എനിക്ക് 2 ഡയലോഗ് പറയാൻ. സക്കീറിനാണല്ലോ അയക്കണം. സക്കീറിന് നിൽക്കണോന്ന് ഇതിനുള്ളത് ഞാൻ അനുഭവിക്കേണ്ടി വരും അല്ലേ? ഇതിനുള്ളത് ഞാൻ അനുഭവിക്കേണ്ടി വരും അല്ലേ? വരുന്നില്ല, സൗണ്ട് വരുന്നില്ല, വെള്ളിന്ന് വരുന്നില്ലേ? ആര്? സക്കീർ സക്കീർ സക്കീറോടാ? കേക്കാമ്പോ നിനക്ക് ഇപ്പുറത്ത് നിൽക്കണോ? അങ്ങനെ പറയുമോ? ഈ നാലുകള് ചുമ്മാ പറഞ്ഞതാ. നിനക്ക് ഇപ്പുറത്ത് നിൽക്കണമെങ്കിൽ ഇപ്പുറത്താട്ട് വാ. ഇല്ലണ്ണാ എന്ത് കാര്യം ഉണ്ടായിരുന്നത്? അതിന് നിന്റെ സുഭാഷം എന്തായാലും വേണ്ട കണ്ണാപ്പി കേട്ടാ. ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാൻ നിന്നാ. നിന്റെ പട്ടിത്തീട്ട സൗണ്ട് കേട്ടപ്പോഴത്തേക്കിന് ഞാനത് വേണ്ടെന്ന് വെച്ചു. സക്കീർ ഇനി വരല്ലേ? ഇനി വന്നോണ്ടല്ലോ മറ്റേ വാണക്കണ്ടികളൊക്കെ പറഞ്ഞു നടക്കും. ഞാൻ റെക്കമെൻഡ് ചെയ്തോണ്ടാണ് അപ്പുറത്ത് കൊണ്ടുപോയത്. വേറെ ദിവസം നിന്നെ ഇവിടെ കൊണ്ടുവരാടാ. അതെ അതെ അതെ. കണ്ടി ശബ്ദം കേട്ടോ അതിന്റെ ഇടയ്ക്ക് ഞാൻ. അവന്റെ റെക്കമെൻഡേഷൻ അവന്റെ ഒന്നുകൂടെ വിളിച്ചിട്ട് പറഞ്ഞു വിട്ടാലെണ്ണ. അണ്ണാ ഞാൻ വിളിക്കട്ടെ. നീ വിളിച്ചോ? കിട്ടുന്ന നീ വാങ്ങണം. ആരെയാണ്? ബാബുവിനെ ഒന്നുകൂടി വിളിക്കണം. ബാബു കേക്കാ? ബാബു ഹലോ. ചന്ദ്രൻ വിളിക്കുന്നു, ഒന്നും കൊണ്ട് വരാമെന്ന്. അപ്പൊ പറഞ്ഞിട്ടുണ്ട്. ആലോചിച്ചോണ്ട് വരുന്നുണ്ട്. എടാ നീ എന്തിനാ പറയുന്നില്ല? അതൊന്നും പറയായിരുന്നു. നാളത്തെ മാതൃഭൂമിയിലെ ബാക്ക് പേജ് എഴുതിയെടുക്കണേ. അച്ഛനെ കണ്ടുപിടിച്ചു. മാതൃഭൂമിയുടെ ബാക്ക് പേജ് കൊടുത്തേരെ. ബാക്കിൽ കൊടുത്തേ, ഫ്രണ്ടിൽ കൊടുക്കണ്ട. ആരും വായിക്കില്ല. ഓക്കെ ഓക്കെ. പോരെ കേട്ടാ, പോരെ കേട്ടാ. തുപ്പേടല്ലായിരുന്നു, തുപ്പേടല്ലായിരുന്നു. നിനക്ക് എന്താണ് സൂക്കേട്? ബാബു 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 ഇടക്കിടക്ക് തണ്ട കളിക്കുന്നുണ്ടാ. ബാബു അവനൊരു തന്ത, അവനൊരു വാടക തന്ത ഉള്ള എന്റെ അഹങ്കാരാണ് കേട്ടോ ഇത്. ബാബു ധൈര്യമായിട്ട് നിൽക്ക്. നിങ്ങൾ ബാബു ഇവിടെ നിൽക്കണം. എന്റെ റെപ്യൂട്ടേഷൻ പ്രോബ്ലം ആണ്. ഇവിടെ നിൽക്കണം. അടുത്ത ആളുടെ അനൗൺസ്മെന്റ് പറയണ ബാബു ആണ് ഇന്ന്. അടുത്ത ബാബു വാങ്ങിയ കൈപിടിച്ച് കേട്ടണ്ടേ? ആ ശരി. നെറ്റ്വർക്ക് വന്നായിരുന്നോ? ഇപ്പൊ വരുന്നവരെ വേണം. എടാ ഈ സ്ലിപ്പർ എവിടെ വാങ്ങിയ ബാബു? സ്ലിപ്പർ എനിക്ക് വാങ്ങിച്ചോ. SRK ബാബുവാണ് ഇന്ന് ഇത് ചെയ്യണത്. ചന്ദ്ര നിന്റെ പ്ലീസ് ദയവ് ചെയ്ത്. ഇല്ല ഞാൻ തുറക്കൂല.
എനിക്ക് ഫേവറേറ്റ് ബാബു പവറല്ലേ ചന്ദ്ര പവർ ഉണ്ടാവും അതെനിക്കറിയാം എനിക്ക് മനസ്സിലായി അണ്ണന്റെ മനസ്സിലിപ്പോ എനിക്ക് മനസ്സിലായി. എനിക്കൊരു സീനും ഇല്ല, ഞാൻ മിണ്ടാതിരിക്കുന്നു. ഇവരാണ് മൊത്തം ഞാനല്ലടാ പണ്ട് പോലെ അങ്ങനെയാണ് ഞാനല്ല ഈ ചന്ദ്രനാണ് മനസ്സിൽ ഈഗോ. ഞാൻ ഒരിക്കൽ പോലും നിന്നെ വിളിക്കാൻ പറഞ്ഞിട്ടില്ല. ഇവര് രണ്ടുപേരും പറഞ്ഞപ്പോ ഞാൻ കേട്ടോണ്ടിരിക്കുന്നു. ചന്ദ്രനാ സത്യമായിട്ടും ചന്ദ്രനാ. രണ്ടാമത്തോട്ടം ചന്ദ്രൻ, ആദ്യത്തോട്ടം വാസു. ഇല്ല അത് ചന്ദ്രൻ ബാബു മള്ളി വിളിച്ചാൽ ഞാൻ വരും. മള്ളി പോകാൻ പറഞ്ഞ പോകും മള്ളി. കാരണം ഞാൻ മള്ളി തൊഴിലാളിയാണ്. ചണ്ടയില്ലാത്തവന്മാര് പറയുമ്പോ എനിക്ക് പേരെടുത്ത് പറയണം കേട്ടോ, അത് പേരെടുത്ത് പറയണം. അല്ല അത് ഞാനാണ് പറഞ്ഞത്. ഇവിടെ വെച്ച് മുഖത്ത് നോക്കുമ്പോ അങ്ങനെ ആയിട്ടാണ് തോന്നുന്നത് അവര്. എനിക്ക് വിഷമം ബാബു ഇങ്ങനെ. നമുക്കൊക്കെ എനിക്ക് വാസമുണ്ടൊക്കെ തന്നേ ഉള്ള കാര്യം തന്നെയാണ്. പക്ഷെ നീ പക്ഷെ അവരൊക്കെ അതുപോലെ നിൽക്കുന്നില്ലേ? ഈ വാട്സപ്പ് ഓണാക്കുന്നത് എങ്ങനെയാ? ഓൺ അടിച്ചാണ് ഓൺ. അല്ലല്ല TV എന്നിട്ട് അടിച്ചിട്ട് സ്പേസ് ഇട്ടിട്ട് എന്നിട്ട് പറഞ്ഞു. അയ്യോ അങ്ങനല്ല, എനിക്ക് അവരിടുന്ന ഒന്നും കാണുന്നില്ല. ഹലോ ചന്ദ്രു പറ്റിയോ? ഹലോ ഹലോ ചന്ദ്രന്റെ അല്ല അതെന്റെ പ്രശ്നം. അല്ലടാ എനിക്ക് കാണിക്കുന്നില്ല ഇവർ വാട്സാറ്റ് ഒന്നും. ടീ ഞെക്കുമ്പോഴേ എന്നാ കാണുന്നു. T/on chat അടിക്കണം ആദ്യം. T/on chat. ഇത് ഊമ്പിത്തരാണെങ്കിൽ അല്ല ആദ്യം സിറ്റി കർമ്മക്ക് അടിക്കണം. ആണെന്ന് തോന്നുന്നു. നോക്കിയോ എനിക്കങ്ങനെ ഇതുവരെ വന്നിട്ട് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. റോള് കിട്ടായിരുന്നു കിട്ടിയ നോ ബോംബ് ബോക്സ് ബിലോങ്ങിങ് ടു അണ്ണ എല്ലടി അണ്ണ ഇതൊക്കെ പറഞ്ഞാ ചന്ദ്ര അത് ബുദ്ധിമുട്ട് കണ്ടുപിടിച്ചായിരിക്കും. മറ്റേ സൈഡിൽ ചാറ്റ് ഉണ്ടായിരുന്നല്ലേ അമ്മ എല്ലടി അങ്ങനെ ഉണ്ടായിരുന്നട്ടാ. അത് ഏതാണടാ? ഹിഡൻ ആണോ? വിസിബിൾ visible. അത് ഫുൾ ടൈം അവിടെ കത്തി കിടക്കൂലേ? അതല്ലെങ്കിൽ ചാറ്റ് ഈസ് ആക്റ്റീവ് ഇട്ട് ആക്റ്റീവ് വന്നിട്ട് കഴിഞ്ഞാൽ ഓരോ ചാറ്റ് വരുമ്പോഴും അത് വരുന്നു. വന്നിട്ട് അത് കുറച്ച് പോകും. അതെങ്ങനെ പോകണ? അത് സീനുള്ള കാര്യമല്ല. അവിടെ എന്തുവാടാ സംഭവിക്കുന്നേ? ഇവിടെ പാട്ടിട്ടുണ്ടോ? പാടാത്തോണ്ട് ഞാനങ്ങ് പാടിയോ. അണ്ണൻ ഡാൻസ് കളിക്കുന്ന നടക്കണം. നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾ ഹാപ്പി ചാടൂ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണാനാണ് നമുക്ക് ഇഷ്ടം. ഹാപ്പി ആയിട്ടിരി. സിനിമ പാട്ടിടും നിനക്കൊക്കെ എന്നെ ഇങ്ങനെ ഊക്കുന്ന കാണാൻ. എടാ അവൻ വരുമോ ചോദിക്കോടാ. ലോഡിങ് ഇഷ്യൂ ആണോ? കേറിയടാ ആയിടന്നോ ഹായ് ബാബു. ഓ മള്ളി ചേർക്കേക്ക് മറ്റേ പ്രശ്നമാണ് കേട്ടോ. കേറാൻ ഉള്ളിലോട്ട് കയറി വരാൻ പറ്റില്ല. കർണാടകയിൽ 3 ആക്സിഡന്റ് ആയി, 2 പേര് DM ചെക്ക് ചെയ്യാൻ പറയുമോ? കുറച്ച് പൈസ എത്ര അല്ല എനിക്ക് സാധനം വാങ്ങിക്കുന്ന വണ്ടി ഒരു ചെറിയ കാലം അതിനുള്ള പൈസ. ടൈറ്റൻ മാർഗോ TPA G13 MDR ജാക്ക് ഡാനി. ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്ലി ഗാങ്സ് ആണോ അതോ വിളിക്കാനുള്ള ഗാങ്സാ? ഞാനൊരു കാര്യം പറയട്ടെ. ഈ ലൈവ് തീരുമ്പോഴത്തേക്കിന് നീ എനിക്കൊരു വാക്ക് തന്നായിരുന്നു, അത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എന്ത്? ഗൈസ്, ഈ ലൈവ് തീരുന്നതിന് മുമ്പ് നമ്മുടെ പുതിയ പാട്ടിന്റെ വരി എഴുതി തീർക്കുമെന്ന് ഇവ എനിക്ക് ഉറപ്പ് തന്നതാ. ഞാനിപ്പോ അകത്തോട്ട് പോവല്ലോ. സർക്കും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാൻ അപ്പം അകത്തോട്ട് പോവാ. തീവണ്ടിയിൽ എവിടെ ഇരിക്കണ അവനെ വെൽക്കം ചെയ്യാൻ അവിടെ ഇരിക്കണം നമ്മളോ? നീ എന്ത് ചെയ്യുന്നു ഇവിടെ? വെൽക്കം. ആരെ?
SRK. സത്യം ആകെ കയറണത് 1.5 മണിക്കൂറായിരിക്കും. അതിന്റെ ഇടയിൽ ബുദ്ധി കഴിക്കൊണ്ട് 3 വട്ടം ചെത്ത്. അതാണ് പ്രാന്തന്മാരും കൂടെ. സത്യം. ഓ വെള്ളിയാണ് ഹായ് ഇട്ടത്. വെള്ളിയാണോ അത്? ട്രാവിസ് മള്ളി ഇവിടെ ഉണ്ട്. ആരും മിണ്ടാതിരിക്കുന്നേ. എല്ലാരും ഹായ് ഇട്ടപ്പോ റിപ്ലൈ അയച്ചത് ആരൊക്കെയാണെന്നൊന്ന് നോക്കുമായിരുന്നു. കേറിക്കൊണ്ടിരിക്കുന്നു. ഓ കേറുന്നു. ഞാൻ ചോദിച്ചാ സർപ്രൈസ് ആയെന്ന് പറഞ്ഞു. സത്യയുടെ സർപ്രൈസ് ഞാൻ ഉറക്കത്തിൽ നിന്ന് അടിച്ചു വരുന്നെന്ന് തോന്നുന്നു. ഇരുട്ടിയാട്ടാ രാത്രി മള്ളി ഇത് എല്ലാ ഹായും ഹായ് ആയിട്ട് തന്നെയാണോ മള്ളി കണ്ടത്? മള്ളി ചിലര് മനസ്സിൽ എന്തെങ്കിലും വെച്ചുകൊണ്ട് ഹായിടും. അതുപോലെ ഉണ്ടോ എന്ന് നോക്കിയ കാര്യം. ഹലോ ഇല്ലെന്ന് തോന്നേട്ടാ. ഇതാരാ? ഏതോ പെണ്ണാണ്. അണ്ണന്റെ ഇതാരാ? പേരെന്താ? ഹലോ മരിച്ചില്ല കേട്ടോ. ഭാഗ്യവാൻ. ആരാ? കൈമൊക്കെ ഇരിക്കണാണ്. കൊച്ചുഫുണ്ട നീയാ? ഇവിടെ സൗത്താണത്. രാത്രി വിളിച്ച് ഫേക്ക് ചെയ്യണ ആൾക്കാരെ. ഞാൻ ഇന്ന് വിളിച്ചത് എം ചന്ദ്രൻ. ഹലോ എം ചന്ദ്രൻ. ഒരു രസമില്ലേ? ആ എമ്മ ആ എം ചന്ദ്രൻ. അതെന്തിനാ ചേർക്കാ ചന്ദ്രൻ? എമ്മിന്റെ ഫുൾ ഫോം എന്താ? അല്ലെ എം മള്ളി ഒരു ഇൻഷ്യൽ അല്ലേ? എം. ഇങ്ങോട്ട് എം എന്ന് പറയല്ലേ മള്ളി? എന്റെ ബിസിനസ്സിൽ ചത്ത കൊഴിയ പറയുന്നതാണ്. ജീവനോടുള്ളതിന് നോർമൽ ചിക്കൻ, ലൈവ് ചിക്കൻ. ഒന്നും പറയില്ല എന്തിരോ എം ചന്ദ്രു. വരുമോടാ ഇവൻ? ഇതിപ്പോ മുമ്പേ ആയിട്ടോ എന്തേ ഓട് കൊട്ടയെന്ന്. ഓട് കുട്ടാന്നാണോ? ഓടാ കുട്ടാന്നാണ്. കുട്ടാവായിരുന്നല്ലേ? സത്യം പറഞ്ഞ മള്ളിക്ക് അത് മിസ് ചെയ്യുന്നുണ്ട്. മള്ളി മനസ്സിലിടയ്ക്ക് ഒരു വാക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഡെയിലി കാണാറുണ്ട്. ഡെയിലി എല്ലാം കാണാറുണ്ട്. സാധാരണ അണ്ണനെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സിറ്റിയിലില്ലെങ്കിലും പക്ഷേ നമ്മുടെ ലാസ്റ്റ് ഒരു കോൺവെർസേഷൻ ബാബുവിന്റെ പേര് വന്നായിരുന്നു കേട്ടാ. അതെനിക്ക് മനസ്സിലായി. ബാബു നിന്നെ പിടിച്ചോടാ ലാസ്റ്റ്. അതായത് കോമഡി. അത് പറഞ്ഞറിയാം. ഇതൊക്കെ പോട്ടാ. ഞാനും ജോക്കിയല്ല അവിടെ നിന്റെ തത്സമയം കണ്ടോണ്ടിരിക്കുവാണേ. ഒരുത്ത വാർത്താറ്റ് കമന്റ് ചെയ്തിടുക, നിന്റെയൊക്കെ വാസുവിനെ അടിക്കും, സിറ്റി വരാത്ത ജോക്കി അടിക്കുമെന്ന്. സിനിമാറ്റിക് സ്റ്റാറിനെ ഞങ്ങൾ തത്സമയം കണ്ടോണ്ടിരിക്കണേട്ടാ. ഡിപ്രഷനിലായി പോയി. എന്തൊക്കെ പറയണേ. അയ്യോ എടാ വന്നില്ല ഇതുവരെ. മള്ളി വേറൊരു കേസ് ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട്. ഇന്ന് ഫുള്ള് രഹസ്യങ്ങളാണല്ലോ. കൊറേ നാൾ കേസ് വന്നോണ്ടാണ് മള്ളി. മള്ളി ഈ ഭൂമിയിൽ എന്തെങ്കിലും ഇഹലോക ജീവിതം ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം പറയട്ടെ ബാബു. ആ ഇപ്പൊ എത്ര പേരുണ്ടെന്ന് നോക്കിയ സിറ്റിയില്? സത്യം മള്ളി നോക്ക് ഉണ്ട്. ആവശ്യത്തിൽ കൂടുതലാണ്. എത്ര നോക്ക്. എത്ര ഉണ്ട് കേട്ടോ? കണ്ടോ? ഹലോ ബട്ടൺ അറിയത്തില്ലല്ലേ? അല്ല മള്ളി കേക്കുന്നില്ലേ? ഇല്ല ഇപ്പഴാ കേക്കുന്നേ. എത്ര പേരുണ്ടെന്ന് നോക്ക്. 328. 328-ല് 200 പേരും പെണ്ണുങ്ങളാ. 200 പെണ്ണുങ്ങളോ? നിനക്കറിയാത്തോണ്ടാ ബാബു. ഇവിടെ ഒരു കോയിൻ എടുത്ത് ഇങ്ങനെ മേളിലോട്ട് എറിഞ്ഞ അത് തല വീഴുന്നത് പെണ്ണിന്റെ ആയിരിക്കും. ആണോ?
കുറച്ച് കോയിൻ ഒപ്പിക്കണം കേട്ടാ. എന്തിന്? ഫസ്റ്റ് ഏതെങ്കിലും തലയിലെങ്കിൽ തലയിൽ വീണാ മതി എന്റെ. ഞാൻ ഉറപ്പ് പറയാം, ഇവിടെ പെമ്പിള്ളാരുടെ ബഹളമാണ്. ഘോഷയാത്ര നടത്താനുള്ള പെമ്പിള്ളാരുണ്ട് ഇവിടെ. ആണോ? സത്യമായിട്ട്. മുള്ളിലൊക്കെ എങ്ങനെ അറിഞ്ഞോ? ഇതൊക്കെ നമ്മളറിയാം. CCTV ഇവിടെ എന്തിനാ വെച്ചിരിക്കുന്നത് പിന്നെ? ഓ മുള്ളി ആരിൽ നോട്ടായിട്ട് വെച്ചിട്ടുണ്ടോ? ആ ഏരിയയിലോട്ട് പോകാതിരിക്കാനാണ്. ഇല്ല, ഞാൻ അങ്ങനെ ആരും നോട്ടോട്ട് വെച്ചിട്ടില്ല. നീ പഴയ ആരെങ്കിലും? എലിയായിട്ട് എന്തെങ്കിലും ബന്ധം? ഇല്ല, ഞാൻ നോട്ടായിട്ട് കഴിഞ്ഞാൽ തീർന്നല്ലോ മുള്ളി. ഇല്ല, ഞാൻ അങ്ങനെ ആരും നോട്ടോട്ട് വെച്ചിട്ടില്ല. ഇറങ്ങണം, വേട്ടയ്ക്ക് ഇറങ്ങണം. ഇറങ്ങണം മുള്ളി, ഒന്ന് ഇറങ്ങണം മുള്ളി. എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങായിരുന്നു. വേട്ടയ്ക്ക് ഇറങ്ങണം, വേട്ട തുടരണം, വേട്ടയാടട്ടെ. വേട്ടയാടണം. ദൈവപുത്രൻ വരും. ഈ സാമാനമില്ലാത്തതിനൊക്കെ ഉള്ളതുകൊണ്ടാണ് ആകെ ആശ്വാസ സിറ്റിയില് രക്ഷപ്പെടാം നമുക്ക്. നല്ല പരിചയമുള്ളൊരു ലോകം. സാമാന്യത്തിൽ നോക്കിട്ട് എന്റെ അച്ഛന്നൊക്കെ വിളിക്കുന്നു. എന്ത് ജീവിതം. വില്ലൻ വൈറ്റി. മൂത്രം തിരക്കല്ലേ പോടാ. ബാബു ഈ ചാനൽ എവിടെ കേട്ടിട്ടുണ്ടോ? വില്ലൻ വൈറ്റി. ആ വില്ലൻ പറ്റിയോ? ഇത് കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു പേരുള്ള ഒരു പയ്യൻ നമ്മുടെ ഗ്യാങ്ങിലുണ്ടായിരുന്നല്ലേ? ഓ ഉണ്ടായിരുന്നു. മുതലേ ഒരു പേര് ഇപ്പൊ പറഞ്ഞു. അണ്ണന് പരിചയമുണ്ടോ? നിക്ക് വില്ലൻ വൈറ്റി. പണ്ടെപ്പോഴോ ടിവിയില് ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം വന്നിങ്ങനെ നടന്നുകൊണ്ട് പോകുന്ന ഒരു ഇമോട്ട് ഇട്ട് എല്ലാരും ഒരു ദിവസം ഇങ്ങനെ കഴുത്തിന്റെ വെട്ടിച്ചിരിങ്ങനെ 2 ദിവസം വന്നപ്പോ. ഓർമ്മയുണ്ട്. അങ്ങനെ ആളുണ്ടോ ഇപ്പൊ? ഉണ്ടാ ജീവനുണ്ടോ? ഇവിടെ വന്ന് ചാറ്റിലെത്തിയിട്ടുണ്ട് ആള്. അന്വേഷണം പറഞ്ഞേക്കാം. ഉറപ്പായിട്ടും പറഞ്ഞേക്കാം. എടാ അവനോടൊന്ന് കേറാൻ പറയടാ, ഒരു അർജന്റ് കാര്യം ഉണ്ടായിരുന്നു. അവന് കേറാൻ പറ്റുന്നില്ല. അവന്റെ വന്നാ മതി. ഒരു മിനിറ്റ് ജോക്കി എന്തോ പറഞ്ഞേ? ആരെയാ ജോക്കി? സ്നൈപ്പ് മേഘയാ? ഇതിലെ പ്രണയങ്ങളൊന്നും ഇന്ന് ഞാൻ ചോദിക്കുന്നില്ല. അതിനായിട്ട് ഞാൻ ഒരു ദിവസം ചോദിക്കുന്നുണ്ട്. എല്ലാവന്മാരെയും ഒന്ന് പിടിച്ച് ഇതാക്കണം. മരത്തെല്ലാം ഒന്ന് സംസാരിക്കണം. എടാ എന്റെ ചാനൽ കൊണ്ടുപോകണം. അമല സേജ് വ്ളോഗ്സ്. എന്ത്? മല്ലു സിംഗ് വ്ളോഗ്സ്. ഹായ് എല്ലാവർക്കും ഹായ്. ഒരു പണിയില്ലാതെ ഈ ഊമ്പിയ ഹലോ കുട്ടി എന്ത് പറ്റി? ഞാനോർത്ത് കുട്ടി ആരെങ്കിലും ഉപദ്രവിക്കാൻ വേണ്ടി ഓടിക്കുമായിരിക്കുമെന്ന്. ഓക്കെ അല്ലേ? ഓ ഓക്കെ അല്ലേ? എന്റെ പള്ളി ജോഗിങ്ങിന് ഇറങ്ങിയത് കുട്ടി. അതാരാ? പേര് സുലോചന. അണ്ണന്റെ പഴയ ഗേൾഫ്രണ്ട് കാണാറുണ്ടാ? എലിയിപ്പ ഇവിടെ പുതിയ ഗ്യാങ്ങൊക്കെ തുടങ്ങി. എന്നെ പേര് ഓർമ്മിപ്പിക്കല. എനിക്ക് താല്പര്യം. ഗ്യാങ്ങിന്റെ പേര് കേൾക്കണോ? കൊച്ചു കഴിവേറുകൾ. കൊച്ചു കഴിവേറികൾ. അതിലുള്ള സൂര്യ ബോസ്, ടോക്കിയോ സി എന്ന് പറയുന്ന ഒരു കൊച്ചുണ്ട് ഇവിടെ. വളരെ നല്ല ഉച്ചാണ്. വേണോ? നോക്കണോ? പീടി ചെന്ന് കഴിഞ്ഞാൽ മറ്റേ ചേച്ചി ഉണ്ട്. ഇവിടെ എല്ലാരും നല്ല ഉച്ചാണ്. കൂടെ നടന്നു കഴിഞ്ഞാൽ ടോക്കിയോയിൽ സ്ലോട്ട് മേടിച്ചു തരും. ഗ്യാങ്ങായിട്ട് അവിടെ തന്നെ കൂടെ കോലീഡറായിട്ട് വെക്കുക. അത് വേണ്ട, അതെന്തായാലും വേണ്ട. അത് താല്പര്യമില്ല. ഡെക്കുകൊണ്ടിന്റെ കൂടെ നിൽക്കാം. വേണ്ട. കിടക്ക് പയ്യനാണ്. ഒരു വൈബ് നിങ്ങളൊക്കെ സെറ്റ് ആയി പോകും. എന്റെ മൂഡ് പോയേ. SRK has been suspended from TV announcement. വന്നോണ്ടിരിക്കുന്നതാണ് പറഞ്ഞത്. ഒഫീഷ്യലി ഞാൻ പോസ്റ്റ് ഇടണേ. കേരളത്തിൽ തന്നെ ഇറങ്ങുന്ന പയ്യനായി പോകും. ആളൊരു ഗാങ്സ് SRK has been removed from TV. Reason no timing. ലോറിയിലായിരുന്നു വരുന്നത് സംഭവം. അതാണ് ലേറ്റ്.
ഓറിയില്ല. ഓ ജോലിക്ക് പോണ വഴിക്ക് കയറി റിക്രൂട്ട്മെന്റ് വാങ്ങിട്ട് പോകുന്നതാണ്. എടാ ഇവൻ നമ്മള് ഒരു ഗ്യാങ് ഫണ്ട് കളക്ഷൻ ഒക്കെ നടത്തി കേട്ടാ. എന്താടാ പറയാൻ വിട്ടുപോയി. ഒരു ഗ്യാങ് ഫണ്ട് കളക്ഷൻ ഒക്കെ നമ്മൾ നടത്തി. കണ്ടായിരുന്നു. സന്തോഷം അതൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടല്ലോ ചന്ദ്ര, അത് തന്നെ വലിയൊരു കാര്യം. സന്തോഷം. ഞാൻ കാശ് കൊടുത്തില്ല, അത് ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊടുത്തു. Congrats on your baby. Don't forget me. I'll be there from the ceremony. If anything comes up, let me know. ഉറപ്പായിട്ട് അയ്യർ ബ്രോ, ഞാൻ ഉറപ്പായിട്ട് വിളിക്കാം. എല്ലാരും വിളിക്കാം. വിചാരിക്കേ അല്ല ഗൈസ്, എന്റെ കുഞ്ഞിന് പേരിട്ടത് ജോക്കിയാണ് കേട്ടാ. എന്റെ കുഞ്ഞാവയുടെ പേരിട്ടത്, ഒഫീഷ്യൽ നെയിം ഇട്ടത് ജോക്കിയാണ്. ഞങ്ങൾ രണ്ടുപേര് ഫൈനലൈസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ജോക്കിയാണ് ഫൈനലി ആ നെയിം. എന്റെ കുഞ്ഞിന് പേരിട്ടത് ജോക്കിയാണ്. ജോക്കി പറഞ്ഞ പേരാണ് ഞാൻ കുഞ്ഞിനിട്ടത് ലാസ്റ്റില്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പേരാണ്. അപ്പോൾ ഞാനത് ഞങ്ങൾ നെയിമിങ് സെറമണി അങ്ങനത്തെ ഒരു ഇതായിട്ട് വെച്ച് ഇതാക്കിക്കോളാം. അടുത്ത് പറയാം, എന്തായാലും എല്ലാരും വിളിക്കുന്നതായിരിക്കും. പതിനൊമ്പത് മള്ളി എച്ചാർക്കായിട്ട് സംസാരിച്ചില്ല കേട്ടോ. എന്താ പറഞ്ഞേ? അല്ല, കൊറേ കാലം അവൻ വെയിറ്റ് ചെയ്തല്ലേ, ഇനി കുറച്ചിട്ട് നമ്മള് വെയിറ്റ് ചെയ്യാൻ. ഇപ്പൊ വരാന്ന് പറഞ്ഞു മുതുക്കി നടന്നു നടന്നാന്ന് പറഞ്ഞത്. അത് ഷൂലൈസ് കെട്ടിട്ടാണ് പറഞ്ഞത്. ഏകദേശം 3.5 വർഷത്തെ കാത്തിരിപ്പായിരുന്നു. ചോറൊക്കെ ഇങ്ങോട്ട് നോക്കിയോളെ. ഈ ഫുഡൊക്കെ എവിടെയാ? പഴങ്കഞ്ഞി കുടിച്ചാ വെള്ളവും ഫുഡും കൂടുമല്ലേ? വെള്ളം തറി അണ്ണാ. പിന്നെ അറിയാവോ, ഇവിടെ നമുക്ക് വണ്ടിയുടെ ടയറൊക്കെ ഊരിടാൻ പറ്റും. അറിയോ? അത് അറിയല്ലേ? വന്നപ്പോ തന്നെ കണ്ണാപ്പി എങ്ങനെ കൊന്നായിരുന്നു. അണ്ണാ, ഇവിടെ വണ്ടിയിൽ ബോംബ് വെക്കാൻ പറ്റും. അതറിയാവോ? പിന്നെ അറിയാതിരിക്കാൻ എന്ത്? ഇവിടെ ഇമ്പാക്ട് ബോംബ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ബോംബ് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പിന്നെ ഇവിടെ ബ്രേക്ക് കട്ട് ചെയ്യാൻ പറ്റും. വണ്ടി ഓടുന്ന വണ്ടിയുടെ ബ്രേക്ക് അടിച്ചിട്ട് ഇതെല്ലാം എനിക്ക് അപ്പാപ്പൻ പറഞ്ഞു തന്നായിരുന്നു. ഇതൊക്കെ എന്താ ചെന്ന ഉപയോഗിക്കണേ? ഇതിനൊക്കെ ഓരോന്നിനും ഓരോ ടൂളുണ്ട്. അപ്പാപ്പനന്ന് എനിക്ക് കൈ തന്നായിരുന്നു. അപ്പാപ്പന്റെ ടൂളാ? നിന്റെ അച്ഛന്റെ ടൂള്. ഇതിൽ ഈഗോ ഇല്ലല്ലേ ബാബു? എന്നെ ഇറിറ്റേറ്റ് ചെയ്യോ ആ ബാബു? ഇതുപോലെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ തിരിച്ചു പറയുന്ന മള്ളി. ഇപ്പൊ മനസ്സിലായോ? ഇനി നമുക്ക് ഒരുമിച്ച് പറയാവനെ. തന്റെ അതിന്റെ മോനെ എവിടെ? നീയാണ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യണോ? മനസ്സിലായ? നീയാണ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. മള്ളി തിരിഞ്ഞ് മള്ളി മാറിക്കി വിടുന്നത്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പൊ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. നടന്ന് മുതുക്കിലെത്തിയത്. ആ ബൈക്കിൽ പോകാനാണ് ഇപ്പൊ അങ്ങോട്ട് ഓടിപ്പോയത്. കണ്ടാ ഒന്നല്ല അവനെ. 11:50 ഗൈസ്. വൈഫിന്റെ ബർത്ത്ഡേയാ. അവളുടെ ബർത്ത്ഡേ ആണെന്ന് കുട്ടിപ്പേടെ. അവളും കുഞ്ഞുമാവൻ ജനിച്ചത് ഒരേ മാസമാണ്. ഞാൻ അതാണ് കുറെ നേരം കൊണ്ട് നമുക്ക് നേരത്തെ അത് ബാലിന്റെ വീഡിയോ കൂടെ കണ്ടൊക്കെ നിർത്താം എന്നുള്ള രീതിയിൽ ഞാൻ കുറെ നേരം കൊണ്ട് അവരുടെ അടുത്ത് വരാൻ പറയണം. അതുകൊണ്ടാണ്. എവിടെ വന്ന് എങ്ങനെയൊക്കെ തപ്പി തളർന്ന് കയറി അവന്റെ അടുത്ത് ഏകദേശം 3.5 വർഷത്തെ കലിപ്പുണ്ട് അവന്റെ മനസ്സില്. എത്ര നാളെന്നെ വെയിറ്റ് ആക്കി ഇല്ലേ? അപ്പൊ കുറച്ചു പേര് നിക്കുന്നത് അങ്ങനെയാണ് അവൻ ഉദ്ദേശിച്ചത്. എനിക്ക് ഇന്നേ വരെ വിളിക്കാൻ കിട്ടിയിട്ടില്ല അണ്ണ. അണ്ണാ പ്ലീസ് അണ്ണ, എന്നെ കാണാൻ ഇവിടെ നോക്ക ഏതൊക്കെ തെരിയുന്നതാണ് എന്നെ ഒന്ന്. ഇല്ലല്ലോ, ആ എൻട്രിക്ക് ഒരു പ്രത്യേക വാല്യൂ ഉണ്ട് ചന്ദ്ര. ഇത് കളയത്തില്ല. അങ്ങനല്ല പറഞ്ഞേ. നിന്നെ ഹാൻഡ് പിക്ക് ചെയ്ത് എടുത്തോണ്ട് വന്ന ആ എൻട്രിക്ക് വാല്യൂ ഉണ്ട്. അത് ഞാൻ എന്തായാലും കളയത്തില്ല. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പക്ഷെ മള്ളി എപ്പോഴെങ്കിലും ദേഷ്യം തോന്നിട്ടുണ്ടോ? മള്ളിയെ മോഞ്ചിച്ച് വേറെ ഗ്യാങ് കൊടുക്കാൻ നോക്കിയില്ല. തോന്നിട്ടുണ്ട്. ഈ ആഴ്ച കൂടെ മള്ളി വന്നില്ലെങ്കിൽ ഇവ വീണ്ടും ഗ്യാങ് വലിച്ചു തരാട്ടെ പുതുതായിട്ട്. ഗസ്റ്റ് റോൾ ചെയ്യാൻ പറ്റുമോ? എന്റെ കൂടെ വന്ന പയ്യനാ. നിന്റെ കൂടെ വന്ന പയ്യനായിരുന്നു. ഒന്ന് കൈവയ്ക്കാണ്. ജസ്റ്റ് കൈവയ്ക്കാം.
മുരളി അഴിച്ചു വിടറാ. അഴിച്ചു വിടറാ മുരളി, ഞങ്ങൾ അഴിച്ചു വിടണേ. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ സാധനം കൊണ്ട് അഴിച്ചു വിട് ചന്ദ്രു. മാറില്ല ചന്ദ്രു അഴിച്ചു വിട്. അണ്ണന് പറഞ്ഞു കൊടുത്ത ഇങ്ങനത്തെ സാധനം നീ പറഞ്ഞാ പോരെ അത് അണ്ണന്റെ കൈ കൊടുത്തിട്ട് ചന്ദ്രനെ കെട്ടിയിടാൻ ആ മുരളി കിഴങ്ങിന്റെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഈ സൈനൈഡ് ഒക്കെ കഴിച്ച ചത്തു പോന്ന് പറയണത് നീ കഴിച്ചു കാണിക്കുവോ? ഇല്ല അണ്ണ അണ്ണന്റെ ഐഡിയ എന്റെ അടുത്ത് പറഞ്ഞാ പോരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. ഐഡിയ പറ ഐഡി അണ്ണന്റെ ഐഡിയ പറ 837. പഠിക്കുന്ന നമ്മള് ഇതെന്ത് ചെയ്യണം? എന്നെ വെച്ചിട്ട് ടൈ എന്നെ കണ്ണ് വെച്ചിട്ട് ടൈ കണ്ണ് മുരളി എടുത്താ മുതുക്കി കൊണ്ട് നല്ല പൈസ കിട്ടും. ഇതേപോലെ കിടത്താ വന്ന് എടുത്തേ. ഇവിടെ കിടന്ന് ഇങ്ങനെ വട്ടടിക്കാൻ അതെ അണ്ണ ഇനി ഞാൻ അഴിച്ചു പറഞ്ഞു അതിന് അണ്ണന്റെ കത്തി ഉണ്ടാ കത്തി ഉണ്ടാണ്. പിന്നെ ചന്ദ്രനെ കൊടുത്തിട്ടല്ലേ നീ എന്താടാ വെടിമറ ചൂടാ ക്യാരി അടിക്കുന്ന എങ്ങനെ? ക്യാരി അടിക്കുന്ന എങ്ങനെ ഇവിടെ? ചന്ദ്രൻ അച്ഛനിലും ടൈപ്പ് ചെയ്തേ. വിടറാ, എനിക്ക് കത്തിതാണ്. ചാക്കി വെക്കണടാ നീ. ഓ ചന്തിയടോ. ഇനി നമുക്ക് ഞാൻ കൈ പൊക്കി എന്നെ റോബ് ചെയ്യാൻ പറ്റും. എടാ ഞാനൊരു കാര്യം പറയട്ടെ. എടാ അവനെ ഒന്ന് വെൽക്കം ചെയ്യോ? എനിക്കൊരു അർജന്റ് കാര്യമുണ്ട്. അവനവിടെ സിറ്റിയിലുണ്ടോ? അല്ലടാ വാസണ്ണം പോട്ടാ. അണ്ണന് വേറൊരു മെയിൻ അർജന്റ് കാര്യമുള്ള നമുക്ക് അവനെ വേറൊരു ദിവസം ആയാലും വാസണ്ണം വന്നിട്ട് വെൽക്കം ചെയ്തു. അത് പോട്ടെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഗൈസ് അപ്പൊ ഞാൻ പോയിട്ട് കാണാം. വേസർക്ക് എടുത്ത് പറഞ്ഞുതരാം. മുരളി ഇനി എന്താണ്? ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാള് മറ്റേ സെറ്റ് ചെയ്യണം. മറ്റേ അധികം നിൽക്കണ്ട കേട്ടോ നീ. ഞാൻ വിളിക്കാം. ഞാൻ ഒരു വള്ളി എടുക്കണ്ട. ഓക്കെ ഗൈസ് അപ്പൊ